അസ്സലാമലൈക്കും ഫാസിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പൊതുവെ ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാം അല്ലേ. അതിന് മുമ്പായിട്ട് വീഡിയോ കാണാൻ എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ അതാ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഈ ബൗളിലേക്ക് 240 ml കപ്പിന് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അരി നല്ലതുപോലെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അത് കുതിരാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ ശർക്കര നല്ലതുപോലെ തിളച്ചിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ശർക്കര മുഴുവനായിട്ട് ഉരുകി വരുന്നത് വരെ ഇതുപോലെ ഇടക്കിടക്കായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ശർക്കര മുഴുവനായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ശർക്കരപ്പാനി ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. അതിൽ കൊമ്പും കല്ലും കോലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ശർക്കരപ്പാനി വെച്ചിട്ടാണ് നമ്മൾ അരി അരച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഇത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ അരി കുതിരാനായി വെച്ചിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അരി നല്ലതുപോലെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലുള്ള വെള്ളം മുഴുവനായിട്ട് കളയാൻ വേണ്ടിയിട്ട് ഒരരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ള ഈ അരി ഞാൻ മുഴുവനായിട്ട് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സിൻ്റെ ജാറിൽ മുഴുവനായിട്ട് അരി അരച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ഈ മിക്സിൻ്റെ ജാറ് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ മുഴുവൻ ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അരി മുഴുവനായിട്ട് ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഴം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചിലവർക്ക് പഴത്തിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അത് മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശർക്കരപ്പാനി മുഴുവനായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അരി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മുഴുവനായിട്ടും ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ് മുഴുവനായിട്ടും ഞാനിതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അഥവാ മാവ് തിക്കായി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ അതാ ഇതുപോലെ ഉണ്ടോ നമ്മൾ ഉണ്ണിയപ്പത്തിന് അരച്ചെടുത്തിട്ടുള്ള മാവ് ഇതുപോലെ ഉണ്ടോ കിട്ടേണ്ടത്. ഇത്ര ലൂസിലാണ് വേണ്ടത്. ഇനി നമ്മളത് അടച്ചു വെച്ചിട്ട് 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അങ്ങനെയാകുമ്പോഴേ നമ്മളെ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റും സോഫ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി അതുമല്ല നിങ്ങൾക്ക് പെട്ടെന്ന് ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മളെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള നാളികേരക്കൊത്ത് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ 1 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്താണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പോരാ തോന്നിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്തും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ ഉണ്ണിയപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത്. അപ്പോൾ അതാ ഇതുപോലെ കേട്ടോ ഈ ഒരു തിക്നെസ്സിൽ മാവ് റെഡിയാക്കി എടുത്താൽ മതി. ഇനി നമുക്കിത് ചുട്ടെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതാ ഞാനിത് ചുട്ടെടുക്കാൻ പോവാണ്. ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിന്ന് ഓരോ തവി മാവ് എടുത്തിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിലുള്ള ഓരോ കുഴിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാം ഓയിലാട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഓയിലെടുത്താൽ മതി. വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അതുപോലെ തന്നെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കരിഞ്ജീരകം കറുത്ത എള്ളൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ അത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ അതാ ഉണ്ണിയപ്പത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ആ കുഴിയിൽ നിന്നൊക്കെ ഉണ്ണിയപ്പം നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ സ്പൂണോ അല്ലെങ്കിൽ പപ്പടക്കോലൊക്കെ വെച്ചിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് തീ കൂട്ടി വെക്കരുത് കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണത് വേവിച്ചെടുക്കാൻ. ഈ കൂട്ടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. നല്ലതുപോലെ കളറൊക്കെ മാറി കിട്ടും. പക്ഷേ അതിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. നമ്മൾ പൊക്കവടയൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ കേട്ടോ. അതിൻ്റെ ഉൾഭാഗം ഒന്ന് വെന്ത് കിട്ടുള്ളൂ വെയിറ്റ് ചെയ്യണം, അത്ര തന്നെ. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ചട്ടിയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അങ്ങനെ ഉണ്ണിയപ്പം മുഴുവനായിട്ടും ഞാൻ ഈ ചട്ടിയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ചുട്ടെടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാട്ടോ ഉണ്ണിയപ്പം. ആ മാവ് ഉണ്ടാക്കുന്ന സമയം മാത്രം മതി. ആ മാവൊന്ന് റെഡിയാക്കി കിട്ടണം, അത്രേ ഉള്ളൂ കേട്ടോ.
അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അത് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഉണ്ണിയപ്പം മുഴുവനായിട്ട് ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ഉണ്ണിയപ്പം മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 കപ്പ് പച്ചരി, അതിലേക്ക് 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് 50 ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കണോലൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്താൽ മതി. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പാട്ടെ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.